ഫാൻസിനൊപ്പം ഇടിച്ചു കുത്തി നാളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ മാത്രമുള്ള ഒരു സിനിമയാണ് വാലിബൻ എന്നുള്ളൊരു കാര്യം ലാലേട്ടനോട് ചോദിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് അങ്ങ് ബോധിച്ചു. കാണേണ്ട ഒരു സിനിമയാണ് വാലിബൻ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ. നല്ലൊരു വിഷ്വൽ പീറ്റ് ഉള്ള സിനിമയാണ്. താല്പര്യമുള്ളവർക്ക് ആദ്യം ഇടിച്ചു കയറി കാണുന്ന സിനിമ തന്നെയാണ് വാലിബൻ. ഹായ് ഗൈസ്, എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ നാളെ റിലീസ് ആവാനായിട്ട് പോകാനുള്ളത്. ജാനുവരി 25 നാളെ ഈ സിനിമ റിലീസ് ആവാനായിട്ട് പോവാണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ പോയി എടുത്തു വെച്ചു, കാരണം നാളെയൊക്കെ വേറെ റഷ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം തോന്നിയുണ്ട്. ഇന്നലെ ആയിരുന്നു എടുത്തു വെച്ചായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയ തിയേറ്ററിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്. ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിവേസ് എന്തായാലും കണ്ടു നോക്കാന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്, കാരണം ഫസ്റ്റ് ഷോ തന്നെ കാണുന്നുള്ളൊരു കാര്യം നിർബന്ധമായിരുന്നു. എനിവേസ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ എന്ത് തരം സിനിമയായിരിക്കും, എന്താണ് ആ സിനിമയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ, നാളെ ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എന്ത് പ്രതീക്ഷ പോകുമ്പോഴാണ് ഈ സിനിമ ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ മലൈക്കോട്ടെ വാലിബന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു കിണ്ണൻ പോസ്റ്ററാണ്. കിണ്ണൻ മീൻസ് ഞാൻ ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഞാൻ ഈ സിനിമയിൽ നിന്ന് ഈ ഒരു ലെവലിൽ സാധനം പ്രതീക്ഷിച്ചില്ല, അത് ഞാൻ ഉറപ്പ് പറയുന്നു. ഇതിന് മുമ്പ് വന്നേക്കുന്ന എല്ലാ പോസ്റ്റേഴ്സുകളും, ഈച്ച് ആൻഡ് എവറി പോസ്റ്റേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നിനൊന്നും മെച്ചായിരുന്നു. ഞാൻ പലതവണ പറഞ്ഞേക്കുന്നതാണ്. ഈ അടുത്തിടെ ഞാൻ കണ്ടേക്കുന്ന സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പോസ്റ്റർ എന്ന് എനിക്ക് തോന്നിക്കുന്ന പോസ്റ്റർ എന്ന് പറയുന്നത് അത് മലൈക്കോട്ടെ വാലിബൻ തന്നെയാണ്. മലൈക്കോട്ടെ വാലിബന്റെ പോസ്റ്റേഴ്സിൽ കാണുന്ന സമയത്ത് ഈ പോസ്റ്റേഴ്സുകളെല്ലാം ഈ സിനിമയിൽ നിന്ന് എടുത്തേക്കുന്ന ഫൈറ്റ് സീക്വൻസ് എന്നുള്ള പോസ്റ്റർ ആണെന്നൊരു കാര്യം ഇതിന്റെ ടീം തന്നെ ഒഫീഷ്യലി പറഞ്ഞേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ സ്റ്റില്ലിന് വേണ്ടി മാത്രം എടുക്കുകയാണോ അതോ അല്ല, ആ ഫൈറ്റിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് കാണുന്ന സമയത്തും ഇത് പൊളിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് നല്ല വിശ്വാസം തോന്നി. ലാലേട്ടന്റെ പേജിനകത്തായിരുന്നു, ഇൻസ്റ്റാ പേജിനകത്തായിരുന്നു ഞാൻ കണ്ടായിരുന്നത്. ലാലേട്ടന്റെ DP മാറിയായിരുന്നു ഫേസ്ബുക്കിനകത്ത്, അതുപോലെ തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ DP മാറിയായിരുന്നു. എനിവേസ് ഈ ഒരു പോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ എന്ന് പറയുന്ന രീതിക്ക് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ദ ലെജൻഡറി ടെയിൽ അൺഫോൾസ് ടുമാറോ. നാളെ തൊട്ട് ഈ ഒരു കെട്ടുകഥ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന രീതിക്കാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ കുറച്ച് ബ്ലഡിഷ് ആയിട്ടുള്ള കഥാപാത്രം മുമ്പ് വന്നിരുന്ന ആ ഒരു പോസ്റ്ററിനകത്ത് വന്നേക്കുന്ന ലാലേട്ടന്റെ ആ സമയത്തുള്ള അതേ രൂപവും ഭാവമൊക്കെ തന്നെയാണ് ഈ ഒരു മുഖത്ത് നമുക്ക് കാണാൻ വരുന്നത്. കുറേയധികം ബ്ലഡ് ഷെയ്ഡ് മറ്റു ഇദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ വരുന്നുണ്ട്. ഇദ്ദേഹം എന്തിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെയുള്ള നമുക്ക് കാണാൻ വരുന്നത്. അതായത് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പൊടിയും ബഹളൊക്കെയാണ്, പക്ഷേ ഒന്നുകൂടി നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹൈറ്റ് കൂടിയ ഒരു ഏരിയയുടെ മുകളിലാണ് ഇദ്ദേഹം നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. തൊട്ടടുത്തായിട്ട് കുറേ കോട്ടകളും മറ്റൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന്റെ താഴെയായിട്ട് നിൽക്കുന്നത് കാണാൻ വരുന്നുണ്ട്. സോ കോട്ടകളെ തകർക്കാനായിട്ടാണ് ലാലേട്ടൻ ഒരു വലിയൊരു ഹൈറ്റിന്റെ മുകളിൽ കയറി നിൽക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. ഇതിന്റെ മുകളിൽ നിന്ന് വലിയ പീരങ്കികൾ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പീരങ്കി എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത് ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതെന്താണ് ഈ സാധനം എന്നുള്ളൊരു കാര്യം. അതായത് ഇത്രയധികം പീരങ്കികൾ, ഒന്നല്ല രണ്ടല്ല, ടോട്ടൽ എത്ര പീരങ്കി ഉണ്ട്, 10-15 പീരങ്കി ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നണേ. ഇത്രയും പീരങ്കീസ് വെച്ചുകൊണ്ടുള്ള ഒരു സാധനം ഇത് കസ്റ്റം മെയ്ഡ് ആണോ അത് അന്ന് കാലത്ത് ഉണ്ടായിരുന്ന സാധനമാണോ എന്നുള്ളൊരു കാര്യം ഒരു പിടികിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്തൊന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു മിഷൻ ഗൺ പോലത്തെ ഈ ഒരു സാധനം, മിഷൻ പീരങ്കി അന്ന് എക്സിസ്റ്റ് ആയിരുന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരെ തകർക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല ഒന്നാന്തരം പീരങ്കിയാണ്. ഇത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന്റെ പീക്കായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇത്രയും വലിയ സോൾജിയേഴ്സിന്റെ പട്ടാള കൂട്ടം നിൽക്കുന്ന സമയത്ത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒറ്റയാൾ പട്ടാളം എങ്ങനെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പല വീഡിയോകളും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെന്തായിരിക്കും അതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ പീരങ്കികളുടെ എണ്ണം വെച്ച് നോക്കുന്ന സമയത്ത് മൊത്തം ഒരു പൊടി അന്തരീക്ഷമാണ്. പീരങ്കികളുടെ അത്രയധികം ഫയർ പവർ പുറത്തേക്ക് വരുന്ന കാരണം തന്നെ ഇവിടെ ഫയറും കാണാൻ വരുന്നുണ്ട്. ഒപ്പം തന്നെ കുറേയധികം പൊടി അന്തരീക്ഷം കാണാൻ വരുന്നുണ്ട്. പല ബിൽഡിങ്ങുകൾ, അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ മറ്റേ ഇടിഞ്ഞ് വീണേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇത്ര ഹൈറ്റിൽ നിന്നാണ് ഈ പീരങ്കികൾ ഇദ്ദേഹം ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ വരുന്നത്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരെ തകർത്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ കൊട്ടാരങ്ങളടക്കം തകർക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള അത്രയും വലിയ പീരങ്കികൾ വെച്ചുകൊണ്ടാണ് വലിയൊരു ഹൈറ്റിൽ നിന്ന് ലാലേട്ടൻ ഇങ്ങനെ ഫയർ ചെയ്യുന്നതായിട്ട് കാണാൻ വരുന്നത്. സോ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സീൻ സംഭവിക്കാൻ പോകുന്നത് ക്ലൈമാക്സ് രംഗത്തിനെ ആയിരിക്കും എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഈ സിനിമ 2 പാർട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് നാളെ വരാൻ പോകുന്ന പാർട്ടിന്റെ അവസാന ഭാഗത്ത് വരാൻ പോകുന്ന ഒരു സീനാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പോസ്റ്റർ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നാളെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് എന്താണ് ഈ സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ ഈ ഒരു സിനിമയുടെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന ഒരാളെന്ന് പറയുന്നത്, അതായത് ഇത്രയും വലിയ ഫൈറ്റ് സീക്വൻസ് മറ്റേ കാണുന്ന സമയത്ത് ലാലേട്ടന്റെ ഫൈറ്റ് സീക്വൻസ് ചെയ്തേക്കുന്ന ആളാരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മലയാളിയല്ല. ഇതിലെ ആക്ഷൻ ചെയ്തിരിക്കുന്ന ആള് തന്നെ നമ്മുടെ ഇവിടെ സുപരിചിതനായ ഒരാളല്ല. അദ്ദേഹം കന്നഡ സിനിമകളിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണ്. വിക്രം മോർ എന്ന് പറയുന്ന ഇതുവരെ നമ്മൾ മലയാളത്തിൽ കാണാത്ത ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആണ്. ഈ ഒരു സ്റ്റണ്ടും ഫൈറ്റും മറ്റൊക്കെ ആക്ച്വലി കൊറിയോഗ്രാഫി ചെയ്യുന്നത്. KGF1 ഇദ്ദേഹത്തിന്റെ സിനിമയാണ്. കാന്താര ഇദ്ദേഹത്തിന്റെ സിനിമയാണ്. കാന്താര സിനിമയ്ക്കകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഈ ശിവയുടെ ക്യാരക്ടറിന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒരു ചെറിയൊരു സ്പേസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അയാൾ ഇങ്ങനെ അങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ട് അടിക്കുന്ന സംഭവം ഉണ്ട്. ഭയങ്കര രസമാണ് അതിന്റെ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ചെയ്തേക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു മലയാളത്തിൽ നിന്നോ അല്ലെങ്കിൽ സാധാരണ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് റെപ്യൂട്ടേഷൻ വരാം. ഞാനുമായിട്ട് പരിചയമുള്ള ഒരാളാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ
അദ്ദേഹം അതിലേക്ക് അഡാപ്റ്റ് ചെയ്യും. പക്ഷേ ഈ വിക്രം ഓർ എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എൻ്റെ കൊറിയോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. സോ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മലയാളത്തിൽ ഇതുവരെ വരാത്ത, ലാലേട്ടനെ കുറിച്ച് കാര്യമായിട്ട് ധാരണയില്ലാത്ത ഒരു ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറെൻറ്റ് രീതിക്കുള്ള ഒരു ഫൈറ്റ് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വരാൻ പോകുന്ന സിനിമകളിൽ ആം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. അതായത് അജയൻ്റെ രണ്ടാം മോഷം എന്ന് പറയുന്ന ടോവിനോ തോമസിന്റെ സിനിമയുടെ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നതും സ്റ്റൺസ് ചെയ്തേക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. സോ ആ സിനിമയ്ക്കകത്തുള്ള എൻ്റെ പ്രതീക്ഷ വളരെ കൂടിയ കാണും. നാളെ അറിയാം ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീക്വൻസുകൾ, ഇദ്ദേഹത്തിൻ്റെ സ്റ്റണ്ടും കൊറിയോഗ്രാഫിയും ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് നാളെ അറിയാൻ വരുന്ന ഒരു കാര്യമാണ്. സോ നാളെ ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ എന്താണ് ഈ സിനിമയെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ ലിജോ ജോസ് പല്ലിശ്ശേരി പടമാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി പടം എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു കപ്പ് ഓഫ് ടീ ആണെന്നുള്ളൊരു കാര്യം ഞാൻ പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട്. എല്ലാം കൊമേഴ്ഷ്യലി മാത്രം നോക്കാതെ ഒരു സിനിമയ്ക്ക് ഒരു സിനിമയുടേതായിട്ടുള്ള ഒരു ആർട്ട് ഫോം കൊടുത്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആമീൻ സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആമീൻ സിനിമയ്ക്കകത്തുള്ള ഇങ്ങനെ സ്ലോ മോഷൻ രംഗങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ആൻഡ് അതിന് കൊടുക്കുന്ന മ്യൂസിക് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അത്തരത്തിലാണ് ഇതിന്റെ ട്രെയിലർ ആക്ച്വലി വന്നിരുന്നതും. സോ ഒരു ടിപ്പിക്കൽ ലിജോ ജോസ് പല്ലിശ്ശേരി പടം എന്ന് പറയുന്ന സമയത്തും ലാലേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം നമുക്ക് കിട്ടാനും ഒപ്പം തന്നെ ഒരു ക്ലാസ് മസാലയായിട്ട് വരുന്ന ഒരു സിനിമയായിട്ട് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷയുള്ള ഒരാൾക്ക് കാണാൻ പറ്റിയ സിനിമയായിരിക്കും. അതിൽ നിരാശപ്പെടേണ്ടി വരില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ റോൾ ഇയാളല്ലാതെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാസ്റ്റിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും ഒരു സാധാരണ സിനിമയുടെ ഗ്രാമറൊക്കെ മാറിയിട്ടാണ് ഇത്രയും വലിയൊരു വൈഡ് സ്പെക്ട്രത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ. നല്ലൊരു വിഷ്വൽ പെയിറ്റ് ഉള്ള സിനിമയാണ്. പക്കാ മാസമായിട്ടുള്ള ഒരു പടമാണെന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം മാസ് എലമെന്റ്സ് ഒരുപാട് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പത്തെ പല പോസ്റ്റേഴ്സുകളിലും പല ഫൈറ്റ് സീക്വൻസുകളുടെ മറ്റു രംഗങ്ങളൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്ററിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നത്. സോ ഫൈറ്റ്സ് മറ്റൊക്കെ ഉണ്ടാവുന്ന എന്നാൽ വളരെ ക്ലാസ് ആയിട്ട് പോകുന്ന ലാലേട്ടൻ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫോക്ലോർ പോലെ അല്ലെങ്കിൽ ഒരു കെട്ടുകഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി ആയിരിക്കും മലയക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. അമിതമായിട്ടുള്ള പ്രതീക്ഷകളൊന്നും വെക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ തിയേറ്ററിൽ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സിനിമയുടെ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കളേഴ്സൊക്കെ ഇങ്ങനെ കണ്ണി കുത്തിക്കറുന്ന രീതിക്ക് അത്രയധികം കോൺട്രാസ്റ്റ് ഉള്ള കളേഴ്സുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. റെഡ് ആണെങ്കിലും യെല്ലോ ആണെങ്കിലും അതിൻ്റെ ഒരു തീമാണ് ഈ സിനിമയ്ക്ക് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വിഷ്വലി നല്ല രസകരമായിട്ടുള്ള സിനിമയായിരിക്കും. പക്ഷേ ഭയങ്കരമായിട്ട് ഇതുവരെ നമ്മൾ കണ്ടു മറന്നേക്കുന്ന സാധാരണ ഒരു മാസ് മസാല പടമായിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. ഒരു ടിപ്പിക്കൽ ക്ലാസ് പടം, പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വേർഷനിൽ വരുന്ന ഒരു മാസ് പടം കൂടിയായിട്ട് വരുന്ന ഒരു സിനിമയായിരിക്കും ലാലേട്ടൻ്റെ മലയക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? നാളെ ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. പൊതുവേ സിനിമ ക്ലാസ് ആയാലും മാസ് ആയാലും സിനിമ എൻഗേജിങ് ആയില്ല എന്നുണ്ടെങ്കിൽ സിനിമ പണി പാളും എന്നുള്ളൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മരക്കാർ എന്ന് പറയുന്ന സിനിമയുടെ പോരായ്മ നോക്കുകയാണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോകുന്ന രീതിക്കുള്ളൊരു ക്ലാസ് ലെവലിലോട്ട് ആ പടം പോയി എന്നുള്ളതാണ് പ്രശ്നം. സോ ഭയങ്കരമായിട്ട് ക്ലാസ് ആയാലും പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് മാസ് ആയാലും പ്രശ്നമാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും മീഡിയത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും മലയക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേജിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ആവേശ സിനിമയുടെ ട്രെയിലർ ഓൾറെഡി വന്നിട്ടുണ്ട്. ആൻഡ് അജയൻ്റെ രണ്ടാം മോഷം എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്യാനായിട്ട് ഓൾറെഡി ഉണ്ട്. പക്ഷേ നാളെ ഈ ഒരു സിനിമ റിലീസ് ആവുന്നതുകൊണ്ടും ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമയെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം വരുന്നതായിരിക്കും. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡോണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.